വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് കരട് ബില്ലിൽ നിർദ്ദേശം. ബോർഡ് അംഗങ്ങളിൽ ചുരുങ്ങിയത് വളരെ നല്ല നിർദ്ദേശമാണ്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുക. തീർച്ചയായിട്ടും മുസ്ലിം സഹോദരങ്ങൾ ഇത് അംഗീകരിക്കുക. എന്നിട്ട് പകരം തിരുവിതാംകൂർ ദേവസ്വത്തിലും കൊച്ചിൻ ദേവസ്വത്തിലും മലബാർ ദേവസ്വത്തിലും മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുക. അതുപോലെ തന്നെ മുസ്ലിം വനിതകളെ ദേവസ്വം ബോർഡുകളിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുക. എന്തായിരുന്നാലും മത സൗഹാർദ്ദം കൊണ്ട് പൂത്തുലയട്ടെ നമ്മുടെ കൊച്ചു ഇന്ത്യ, ക്ഷമിക്കണം വലിയ ഇന്ത്യ. എന്തിനായിരുന്നു തിരക്കിട്ട് ഇങ്ങനെ ഒരു വഖഫ് ബോർഡിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം? തീർച്ചയായിട്ടും ഒരു ആവശ്യമുണ്ടായിരുന്നു. വഖഫ് ബോർഡിൻ്റെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അത് അർഹതപ്പെട്ടവരുടെ കൈകളിലാണോ ഇരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ വഖഫ് ബോർഡിൻ്റെ ഭൂമികളും സ്വത്തുക്കളും തരംതിരിച്ചൊരു കണക്കെടുപ്പ് നല്ലതാണ്. കാരണം കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകളാണ് വഖഫ് ബോർഡിൻ്റെ കൈവശമുള്ളത്. ഇതിനൊരു നാഥൻ വേണമെന്ന് സർക്കാരിന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.